സദൃശ്യവാക്യം 15-ാം അധ്യായം 13-ാം വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗം. ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. ഈ ചിലർക്ക് ആരോഗ്യത്തിന് കുഴപ്പമില്ല, ഇപ്പൊ ഒട്ടും എന്തോ ഇല്ല, ധൈര്യമില്ല. എന്തോ ഇല്ല. അടുത്തിരിക്കുന്ന ധൈര്യം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ലൈവിലുള്ളവരൊന്നും മിണ്ടുന്നില്ല, ഒരു പിണങ്ങിയാണെന്നോ അറിയത്തില്ല. ധൈര്യം ചിലർക്കൊരു കൊല്ലിയ മിന്നിയ ഭയങ്കര പേടിയാ. ഒരുവന്റെ ധൈര്യം ക്ഷയിച്ചാൽ അവനെ ഒന്നിനും കൊള്ളത്തില്ല. ഈ നമ്മുടെ വിജയം എന്നാ? ധൈര്യം ഉണ്ടെന്നുള്ളതാ. ഒരാമയും വരുന്നില്ല. പണ്ടൊരു തമാശ ഉണ്ടേ. ഒരാള് ഒരു കവലെ വന്ന് നിന്നോണ്ട് കത്തിയൂരി വീശി, ആരുണ്ട് ഇവിടെ? ആരെങ്കിലും എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ കട്ടപ്പന കാണിച്ചത് ഇവിടെ കാണിക്കും. ആൾക്കാരെല്ലാം ഞെട്ടിപ്പോയി. കത്തി എല്ലാം കഴിഞ്ഞ് പുള്ളി ചായക്കട ചെന്നിരുന്നപ്പോ ചായക്കടക്കാൻ ചോദിച്ചു, കട്ടപ്പന എന്തുവാ കാണിച്ച്? ഒരുത്തൻ തല്ലാൻ വന്നപ്പോ ഓടി. നിങ്ങളനുസരിച്ച് ധൈര്യമില്ല, ധൈര്യമില്ല. ചോദ്യം, ഏതു വലിയ പ്രോബ്ലം വന്നാലും നിനക്ക് ധൈര്യമുണ്ടോ? വേണ്ടുന്നില്ല. ധൈര്യമുണ്ടോ? ഉണ്ടോ? പിന്നെന്തിനാ വിഷമിക്കുന്നത്? അതിൽ നിന്ന് പുറത്തു വരുമെന്ന് ധൈര്യമുണ്ടോ? ഈ ധൈര്യം ക്ഷയിക്കുന്ന എപ്പോഴാണെന്നറിയോ? ഈ ചിലർക്ക് കണ്ടില്ലയോ ഭയങ്കര ധൈര്യം. ചിലർക്ക് ഭയങ്കര ധൈര്യം, രാത്രി ലൈറ്റ് ഇട്ടാണ്ട് ഉറങ്ങത്തുള്ളൂ. എന്താണ് ധൈര്യം? ലൈസൻസ് തന്നിട്ട് 5 കൊല്ലമായി. ഇന്ന് വരെ കൃപയാൽ അത് പേഴ്സിൽ നിന്നെടുത്ത് ഒരു ഐഡിക്ക് കൊടുക്കാൻ പോലും ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടില്ല. അവർ പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി ഓടിച്ചാൽ ഇടിക്കുമെന്നാ. സത്യമായിട്ട് പറയാം, ഓടിക്കൽ ഇടിക്കും. അത്ര ധൈര്യ. സ്തോത്രം. ഒന്ന് അടുത്തേക്ക് ധൈര്യം ഉണ്ടോന്ന് ചോദിച്ചേ. ചോദിര്. ധൈര്യം ക്ഷയിച്ചു പോയി. എനിക്കിനി ഒന്നും പറ്റത്തില്ല, എന്റെ കഴിഞ്ഞു. നോ. ഈ ധൈര്യം കിട്ടുന്നത് എവിടെ നിന്നറിയോ? ഷോപ്പിൽ നിന്നല്ല. ദാവീദ് പറയുക, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു.